ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 7ാമത്തെ നോമ്പിൻ്റെ നോമ്പ് തുറ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഉച്ചക്ക് ഒരു 2 മണിയാകുമ്പോൾ തന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ജ്യൂസിൻ്റെ പരിപാടിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്ക് ആക്കിയിട്ട് വെക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തണുക്കാനുണ്ടല്ലോ, അതിൻ്റെ ചൂടാറിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കണമല്ലോ. അതുകൊണ്ട് നേരത്തെ ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ചുക്കയ്ക്ക് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കനിലോട്ടേക്ക് നമുക്ക് ഈ മസാലയെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ. അതിനായിട്ട് പിന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്താൽ പിന്നെ നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ചിക്കൻ ചുക്കൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാണ്. അങ്ങനെ ചിക്കനെല്ലാം മസാല പരത്തി വെച്ചിട്ട് പിന്നെ ഞാൻ പോയി അസ്രസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിലോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 പട്ട, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ, 2 ഏലക്കല്ല് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതിയോ, അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ചിക്കൻ ഇട്ട് വേവിക്കുന്ന സമയത്ത് തക്കാളിയിലൊന്ന് വെന്തോളും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തക്കാളിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മസാല പെരക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. എന്നാലും നമുക്ക് കറക്റ്റ് ഈ ചിക്കനിൽ നല്ല പോലെ അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചാൽ മതി. ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അത്രയും മതി കേട്ടോ വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ വെന്ത് വരണം ഈ ചിക്കന് ഒക്കെ. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ചോളം ഉണ്ടായിന്, അപ്പോൾ അത് വെച്ച് ഒന്ന് സാലഡ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ ചിക്കന് വെന്തോളൂ കേട്ടോ. ആ സമയം നമുക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ, ഓരോരോ പണിയായിട്ട് തീർത്തേന് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഫ്രീ ആയി കിട്ടും. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളി ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം തക്കാളി, ഒരുപാടൊന്നുമില്ല, കുറച്ച് മതി കേട്ടോ. നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതിൽ ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിതാ 1 സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തിക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് കുറച്ച് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അച്ചാർ പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ചാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ പണിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കാം, അല്ലെങ്കിൽ അടിക്കുടിച്ച് പോട്ടാം. അപ്പോൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും, ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മളെ ചിക്കനും അപ്പുറത്തുനിന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോടെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ. ഇത് ശരിക്കും ചുക്കക്ക് അങ്ങനെയാണ് ചെയ്യണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ മുത്താറി കാച്ചുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുത്താറി കാച്ചിയതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ പയറ്റേനി, അല്ലെങ്കിൽ മുത്താറി കാച്ചി, അല്ലെങ്കിൽ തരി കാച്ചി, അങ്ങനെ ഏതെങ്കിലും ഒന്നായിട്ടുണ്ടാകാം. അപ്പോൾ അതാ മുത്താറി തേങ്ങാപ്പാലെല്ലാം എടുത്തിട്ട്, നമ്മളിപ്പോൾ തേങ്ങാപ്പാലിനായിട്ട് എടുത്തിട്ട് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ സാദാ പാലിലും ആക്കാം. അപ്പോൾ അതങ്ങനെ മുത്താറിൻ്റെ പണിയുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുത്താറി കാച്ചിയതും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഡ്രിങ്കിന് വേണ്ടിയുള്ള കസ്റ്റർഡ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിനല്ല, അതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് വന്ന കസ്കസും പിന്നെ ആപ്പിളും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റലാണ് കേട്ടോ അടുത്ത പണി. ഇപ്പം നല്ലോണം തണുത്തതൊക്കെ കുടിക്കുന്നതുകൊണ്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു ക്ലിയർ ഇല്ലാത്ത കേട്ടോ, വോയിസ് ഒന്നും ഒരു ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇന്ന് പലഹാരം എന്ന് പറയുന്നത് ഉള്ളിവട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉള്ളിവട തന്നെയാണ്. അപ്പോൾ ഉള്ളിവട ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിവട ആക്കുന്നത്. ഇന്ന് ഉള്ളിവട തന്നെയാണ്, വേറെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്കൊക്കെ ഇല്ലോണ്ട് വേറെ പലഹാരമൊന്നും ആക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു ഡ്രിങ്ക് തന്നെ മതിയിട്ട് അത്യാവശ്യം വയറ് ഫുള്ളാവും. അപ്പോൾ അതാ ഞാനിതാ ടേബിളിലെല്ലാം കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ സാലഡ്, നമ്മളെ കസ്റ്റർഡ് ഡ്രിങ്ക്, പിന്നെ ഫ്രൂട്ട്, പിന്നെ നാരങ്ങ വെള്ളമുണ്ട്, പിന്നെ ഉള്ളിവട. ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ മുറിച്ചു കേട്ടോ. നോമ്പൊക്കെ മുറിച്ചിട്ട് പിന്നെ ആ ഒരു ഡ്രിങ്ക് കുടിച്ചപ്പം തന്നെ എല്ലാവരും വയറും ഫുള്ളായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഒരു ഡ്രിങ്ക് നമ്മളൊന്നും സ്നാക്സൊന്നും ആക്കാത്ത ആ ടൈമിൽ ആക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതാകുമ്പോൾ നമുക്ക് പിന്നെ സ്നാക്സ് ഇതൊന്നും ബാക്കി വരില്ല. ഇത് കുടിച്ചിട്ട് തന്നെ ആകുമ്പോൾ നമുക്ക് വയറ് അത്യാവശ്യം ഫുള്ളാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതാ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ പത്തിലാണ് പിന്നെ നമ്മൾ ചിക്കൻ ചുക്കയും. അപ്പോൾ ഇത് ഞാൻ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ചുക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.